നമസ്കാരം. സാമ്പത്തിക പ്രയാസങ്ങൾ അഭിമുഖീകരിക്കാത്തവർ വിരളമാണ്. കരുതലോടെ ജീവിച്ചാലും ചില ഘട്ടങ്ങളിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം. സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്ന് കരകയറാനും അകാരണമായ കടത്തിൽ അകപ്പെടാതെയിരിക്കാനും ലക്ഷ്മി ദേവിയെ ഭജിക്കണം. സർവൈശ്വര്യത്തിന്റെ ദേവതയാണ് ലക്ഷ്മി ദേവി. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പത്നിയായ മഹാലക്ഷ്മി ആദിപരാശക്തിയുടെ അവതാരമാണ്. ഭവനത്തിൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. വെള്ളിയാഴ്ച ദിനങ്ങളിൽ ലക്ഷ്മി പ്രീതികരമാണ്. വ്രതാനുഷ്ഠാനത്തോടെയുള്ള ഭജനം അതിവിശിഷ്ടവും. മലയാള മാസത്തിൽ ആദ്യം വരുന്ന 38 വെള്ളിയാഴ്ചകളിൽ വ്രതമനുഷ്ഠിച്ച് ദേവിയെ ഭജിക്കുന്നത് ഇരട്ടി ഫലദായകമാണ്. എല്ലാ വെള്ളിയാഴ്ചയും വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ മാസത്തിൽ ഒരു വെള്ളിയാഴ്ച എന്ന രീതിയിൽ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. മഹാലക്ഷ്മി പ്രീതികരമായ വ്രതാനുഷ്ഠാനമായതിനാൽ പൂർണ്ണ ഉപവാസം പാടില്ല എന്ന് കരുതി അമിത ഭക്ഷണം ആവുകയും അരുത്. കഴിവതും ഭവനത്തിൽ തന്നെ പാകം ചെയ്ത സ്വാതിക ഭക്ഷണമാണ് ഉത്തമം. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് മറ്റു 2 നേരങ്ങളിൽ മറ്റു ധാന്യ ഭക്ഷണങ്ങളോ പഴങ്ങളോ ആവാം. ദിനം മുഴുവൻ മഹാലക്ഷ്മി സ്മരണയിൽ കഴിയുന്നത് അത്യുത്തമം. സാധിക്കുമെങ്കിൽ ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ലക്ഷ്മി പ്രീതികരമായ വെളുത്ത വസ്ത്രങ്ങൾ, വെള്ളി ആഭരണങ്ങൾ എന്നിവ ധരിക്കുന്നത് ഉത്തമം. വ്രതദിനത്തിൽ പ്രഭാത സ്നാനത്തിന് ശേഷം നിലവിളക്ക് കൊളുത്തി ഓം ശ്രീയൈ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി ലളിതാ സഹസ്രനാമം, കനകധാര സ്തോത്രം എന്നിവ പാരായണം ചെയ്യുക. സാമ്പത്തിക അഭിവൃദ്ധിക്ക് മഹാലക്ഷ്മി അഷ്ടകം അർത്ഥം മനസ്സിലാക്കി പ്രഭാതത്തിലും പ്രദോഷത്തിലും ജപിക്കുക. ലക്ഷ്മി പ്രീതികരമായ മന്ത്രങ്ങൾ രാവിലെ 6-നും 7-നും ഇടയിലായി നിലവിളക്കിന് മുന്നിൽ ഇരുന്ന് ജപിക്കുന്നതും നന്ന്. ശുക്ര പ്രീതികരവുമാണ് ഈ വ്രതാനുഷ്ഠാനം. ശുക്രൻ അനുകൂലമായാൽ ഈ ദശാകാലം ഉന്നതിയുടെ കാലമാണ്. എന്നാൽ ശുക്രൻ പ്രതികൂലമായ നിലയിലാണെങ്കിൽ ജാതകന് അപവാദം, ധനനഷ്ടം എന്നിങ്ങനെ മോശം അനുഭവങ്ങൾ ഈ ദശയിൽ ഉണ്ടാകാം. വെള്ളിയാഴ്ച വ്രതം ഇവയിൽ നിന്നുള്ള ദോഷമുക്തി തരുമെന്നാണ് വിശ്വാസം.